ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി പീരയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മത്തിയൊക്കെ ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ മത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു തന്നെ 5-6 വെളുത്തുള്ളി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3 ചെറിയുള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ്. പിന്നെ ഇന്നത്തെ ഈ മത്തിപ്പീര നമ്മൾ കാന്താരി മുളക് അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 20-25ഓളം കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളിയാണ്. അതും പിന്നെ കാന്താരി മുളകും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ കാന്താരി മുളകിൻ്റെ എരിവാണ് ഈ ഒരു മത്തിപ്പീരയിൽ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണിൽ ഒരല്പം കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ കപ്പിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ തേങ്ങ എല്ലാം മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ചെറിയുള്ളിയും കാന്താരി മുളകും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ അത്രയും മാത്രം മതി, നന്നായിട്ട് അരഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് മുഴുവൻ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 കഷ്ണം കുടംപുളി ചെറുതായിട്ടൊന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ മീൻ പീരയിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയുടെ കപ്പിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടോയെന്ന്. അപ്പം കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് അടുപ്പിലൊന്നും വെച്ചിട്ടില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മീനിലേക്ക് അരച്ചെടുത്ത അരപ്പും അതുപോലെ കുടംപുളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഒരല്പം കൂടി വെള്ളം വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മളിത് അടുപ്പിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നമ്മളിനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോഴേക്കും മീനൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തത്. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ മീനും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മീനും വെന്ത് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ പീരയിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മീൻ പീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കാന്താരി മുളകിൻ്റെ ആ ഒരു എരിവൊക്കെ നന്നായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീൻ പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് അരച്ച് വെച്ച മത്തിപ്പീരയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്